കോട്ടക്കൽ മുനിസിപ്പാലിറ്റി സമ്പൂർണ്ണ ലഹരിമുക്തമാക്കാൻ കർമ്മ പദ്ധതികൾ. നഗരസഭാ പരിധിയിൽപ്പെട്ട പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ ലഹരിമുക്തമാക്കാൻ കർമ്മ പദ്ധതി ആവിഷ്കരിക്കാൻ നഗരസഭാ യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് ചെയർമാൻ കെ നാസർ പറഞ്ഞു. കോട്ടക്കൽ നിയോജകമണ്ഡലം ലഹരി നിർമ്മാർജ്ജന സമിതി നിവേദക സംഘത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും ആരാധനാലയങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയ മുഴുവൻ പ്രദേശങ്ങളിലും ഇതുമായി ചർച്ചകളും പരിപാടികളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഈ രംഗത്ത് കാലങ്ങളായി പ്രവർത്തിച്ചുവരുന്ന ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ പ്രധാന അജണ്ടയായ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ പരിപാടിക്ക് നഗരസഭയുടെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നിവേദക സംഘത്തിൽ LNS സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞിക്കോമു മാഷ്, LNS കോട്ടക്കൽ മണ്ഡലം ജനറൽ സെക്രട്ടറി അഷ്റഫ് വെള്ളേങ്ങൽ വളാഞ്ചേരി, വർക്കിംഗ് പ്രസിഡന്റ് കെ മുജീബ് റഹ്മാൻ വളാഞ്ചേരി, LNS ഭാരവാഹികളായ മൊയ്തു സാഹബ് എടയൂർ, PK കരീം പേരശ്ശന്നൂർ, അബ്ദു തെക്കരകത്ത്, PM മുജീബ് റഹ്മാൻ വളാഞ്ചേരി, അബൂബക്കർ ഹാജി കുറിയേടത്ത്, മുഹമ്മദ് പുല്ലാട്ടിൽ തുടങ്ങിയവരും മറ്റു ഭാരവാഹികളും പങ്കെടുത്തു. LNS നിവേദന ദൗത്യ സംഘം കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് നിവേദനം സമർപ്പിച്ചു. പോലീസ് മേധാവികളായ അനീഷ്, ജോസഫ്, മറ്റ് പോലീസ് ഒഫീഷ്യൽ സയാ ശ്രീമൻ, മായ എന്നിവരുമായി സംസാരിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്ന് സർവ്വ പിന്തുണയും സംരക്ഷണവും ഉണ്ടാവുമെന്നും ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേർന്ന് കേരളം ലഹരി മുക്തമാക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി ലഹരി മാഫിയെ തുരത്തേണ്ടത് അനിവാര്യമാണെന്നും പ്രസ്താവിച്ചു. കേരള സർക്കാരിന്റെ തൂഫാൻ യജ്ഞം വിജയം കാണുന്നത് നല്ല കേരളത്തിനും ഉത്തമ സമൂഹത്തിനും ഗുണകരമാകുമെന്ന് LNS ഭാരവാഹികൾ പ്രസ്താവിച്ചു. വിദ്യാർത്ഥികൾക്ക് ബോധം ലഹരിക്കെതിരെ ലഘുലേഖ LNS ടീം വിതരണം ചെയ്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.